السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരങ്ങളെ, ജീവിതത്തിലുടനീളം വാക്കിലും പ്രവൃത്തിയിലുമെല്ലാം അള്ളാഹുവിനെ, നമ്മുടെ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കേണ്ടവരാണ് ഞാനും നിങ്ങളും എന്നാദ്യമായി ഓർമ്മപ്പെടുത്തട്ടെ. ഇമാം അബൂദാവൂദും നസായിയും ഇമാം അഹ്മദുമെല്ലാം ഉദ്ധരിച്ച ഒരു ഹദീസിൽ നമുക്കിങ്ങനെ കാണാം. മഹാനായ സഹാബി മുആദ് ഇബ്ൻ ജബൽ റളിയല്ലാഹു അൻഹു വഅർദാഹ് അദ്ദേഹം പറയുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ അഖദ ബിയദി യൗമ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ കൈ പിടിച്ചുകൊണ്ട് സുമ്മ ഖാൽ പറഞ്ഞു, യാ മുആദ്, ഓ മുആദ്, വല്ലാഹി ഇന്നി ലഉഹിബ്ബുക്, വല്ലാഹി ഇന്നി ലഉഹിബ്ബുക്. അല്ലാഹുവാണ്, മുആദ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, വല്ലാഹി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. മുആദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തിരിച്ചു പറഞ്ഞു, ബി അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ്, വല്ലാഹി ഇന്നി ലഉഹിബ്ബുക്. അല്ലാഹുവിൻ്റെ റസൂലേ, താങ്കളെ ഞാനും സ്നേഹിക്കുന്നു, അല്ലാഹുവാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉസീക യാ മുആദ്, ഓ മുആദ്, ഞാൻ നിന്നോട് വസിയ്യത്ത് പറയുന്നു, ഞാൻ നിനക്ക് ശക്തമായ ഉപദേശം നൽകുന്നു. ലാ തദഅന്ന ഫീ ദുബുരി കുല്ലി സ്വലാത്തിൻ അൻ തഖൂൽ അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക്. അതുകൊണ്ട് ഏതൊരു നിസ്കാരം നീ നിസ്കരിക്കുകയാണെങ്കിലും അതിൻ്റെ അവസാനത്തിൽ, അഥവാ ഫർദായ നിസ്കാരത്തിൻ്റെ അവസാനത്തിൽ ഇങ്ങനെ പറയാൻ, ഓ മുആദ്, നീ വിട്ടുപോകരുത്, ഈ പ്രാർത്ഥന വിട്ടുപോകരുത്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക്. അല്ലാഹുമ്മ, അല്ലാഹുവേ, അഇന്നി, നീ എന്നെ സഹായിക്കണമേ, അലാ ദിക്രിക, നിന്നെ ദിക്ർ ചെയ്യാൻ, നിന്നെ സ്മരിക്കാൻ, വശുക്രിക, നിനക്ക് ശുക്ർ ചെയ്യാൻ, നിനക്ക് നന്ദി കാണിക്കാൻ, വഹുസ്നി ഇബാദതിക്, നിന്നെ ഏറ്റവും നല്ല രൂപത്തിൽ ഇബാദത്ത് ചെയ്യാൻ, നിനക്കുള്ള ആരാധന ശരിയാംവണ്ണം നിർവഹിക്കുവാൻ. നോക്കൂ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉപദേശം കൈ പിടിച്ചുകൊണ്ട്, മുആദേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട് നൽകിയ ഈ ഉപദേശം എങ്ങനെ മുആദ് മറക്കുവാനാണ്? ആ മഹാനായ സഹാബി ഈ ഉപദേശം പിന്നെ എങ്ങനെ വിട്ടുപോകുവാനാണ്? വിട്ടുപോയില്ല എന്ന് മാത്രമല്ല, മുആദ് റളിയല്ലാഹു അൻഹു ആ വസിയ്യത്ത് പിൽക്കാലക്കാർക്ക് പകർന്നു നൽകുകയും ഒടുവിലിതാ നമ്മിലേക്ക് വരെ ഈ ഉപദേശം, ഈ വസിയ്യത്ത് എത്തി നിൽക്കുകയും ചെയ്യുന്നു. ജസാഹുല്ലാഹു ഖൈറൻ അനിൽ ഇസ്ലാമി വൽ മുസ്ലിമീൻ. മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്ന് ദീൻ പഠിച്ച സഹാബിമാരിൽ ഒരാളായ അബ്ദുറഹ്മാൻ അസ്സുനാബിഹി റഹിമഹുല്ലാഹ്, മഹാനായ താബിഈക്ക് ഈ വസിയ്യത്ത് നൽകുകയുണ്ടായി.
അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ അബു അബ്ദുറഹ്മാൻ അൽ ഹുബുലി റഹിമഹുല്ലാ അദ്ദേഹത്തിന് ഈ വസിയത്ത് നൽകുകയുണ്ടായി. അബു അബ്ദുറഹ്മാൻ അൽ ഹുബുലി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ഉഖ്ബത്ത് ഇബ്നു മുസ്ലിം എന്ന പണ്ഡിതന് ഈ വസിയത്ത് നൽകുകയുണ്ടായി. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ, ശ്രേഷ്ഠമായ ഈ ദുആയെക്കുറിച്ച് ഒന്നാലോചിച്ചു നോക്കൂ. ഈ മഹത്തരമായ ഹദീസിനെ കുറിച്ച്, മഹത്തരമായ ഈ ദുആ, ഏറെ ശ്രേഷ്ഠകരമായ ഈ പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നതാകട്ടെ ശ്രേഷ്ഠനായ ഒരു സഹാബിക്കാണ്. മുആദ് റളിയല്ലാഹു അൻഹുവിനെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് കൈക്ക് പിടിച്ചുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ സഹാബി. യാ സുബ്ഹാനല്ലാഹ്, ആ ഭാഗ്യം അതെത്ര വലിയ ഭാഗ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് അള്ളാഹുവാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നബിയുടെ നാവിനാൽ, നബിയുടെ ശബ്ദത്താൽ കേൾക്കാൻ സാധിക്കുക എന്നതിനോളം ശ്രേഷ്ഠത മറ്റെന്തുണ്ട്? ആ മഹാനായ സഹാബിക്ക് ശ്രേഷ്ഠതയായി അത് തന്നെ ധാരാളമാണ്. എന്നാൽ അതുമാത്രമല്ല, വളരെ ചെറിയ പ്രായത്തിൽ 17 വയസ്സുള്ളപ്പോൾ ഇസ്ലാമിനു വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നാൽ മദീനക്കാരായ ഞങ്ങൾ എന്തു വില കൊടുത്തും സംരക്ഷിച്ചു കൊള്ളാം എന്ന് ആ അഖബ ഉടമ്പടി ചെയ്ത എണ്ണം പറഞ്ഞ സഹാബിമാരിൽ ഒരാൾ മുആദായിരുന്നു. ആ ചെറിയ പ്രായത്തിൽ നോക്കൂ നിങ്ങൾ. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ബദ്ർ മുതൽ അങ്ങോട്ടുള്ള എല്ലാ യുദ്ധങ്ങളിലും മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മുആദിനെ കുറിച്ച് പറയുകയാണ്, കുന്നാ നുശബ്ബിഹുഹു ബിഇബ്രാഹിം കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ. മുആദിനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ഞങ്ങൾ മുആദിനെ സാദൃശ്യം കാണാറുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഉമ്മത്തായിരുന്നു. അതുപോലെ അള്ളാഹുവിന് ഖാനിതായിരുന്നു. എന്താണ് ഒരു ഉമ്മത്തായിരുന്നു എന്ന് പറഞ്ഞാൽ? അറിവ് പഠിക്കുകയും അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തയാളായിരുന്നു. അതുപോലെ ഖാനിതൻ ലില്ലാഹ് എന്ന് പറഞ്ഞാൽ മുത്തിഅൻ ലില്ലാഹി വ റസൂലിഹി. മുആദ് റളിയല്ലാഹു അൻഹു ജനങ്ങളെ ദീൻ പഠിപ്പിക്കുന്നതോടൊപ്പം സ്വന്തം കാര്യത്തിൽ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിച്ചിരുന്ന വ്യക്തിയായിരുന്നു. സഹാബിമാരിലെ പണ്ഡിത ശ്രേഷ്ഠരിൽ ഒരാളായിരുന്നു മുആദ് റളിയല്ലാഹു അൻഹു. നാളെ പരലോകത്ത് ഉലമാക്കൾക്കെല്ലാം മുന്നിൽ, പണ്ഡിതന്മാർക്കെല്ലാം മുന്നിൽ മുആദ് വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വലിയ വലിയ കാര്യങ്ങൾക്ക് തൻ്റെ ഖിലാഫത്ത് കാലത്ത് മുആദിനോട് കൂടിയാലോചിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയാറുണ്ടായിരുന്നു, നാളെ പരലോകത്ത് റബ്ബനോട് എന്തിനാണ് മുആദിനോട് കൂടിയാലോചനകൾ നടത്തിയതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, റബ്ബേ നിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്, നാളെ പരലോകത്ത് പണ്ഡിതന്മാർക്കെല്ലാം മുൻപേ മുആദ് റളിയല്ലാഹു അൻഹു വരുമെന്ന്. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ വലിയ വിജ്ഞാനമുണ്ടായിരുന്ന സഹാബിയായിരുന്നു, വലിയ ബുദ്ധിശക്തിക്കറിയപ്പെട്ട സഹാബിയായിരുന്നു അദ്ദേഹം. നോക്കൂ, താബിഈങ്ങളിൽ പലരും, അബൂ മുസ്ലിം അൽ ഖൗലാനി റഹിമഹുല്ലാ അദ്ദേഹത്തെ പോലെയുള്ള താബിഈങ്ങളിൽ പലരും മുആദിനെ ആദ്യമായി കണ്ട രംഗം അത് അത്ഭുതകരമായ രംഗമാണ്. മസ്ജിദിൽ മുആദ് ആളുകൾക്കിടയിൽ ഇരിക്കുകയാണ്. പ്രായമുള്ള പലരും ആ മജ്ലിസിലുണ്ട്. അവരെന്തെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെ കുറിച്ചോ മറ്റോ സംശയമുണ്ടായാൽ ആ കൂട്ടത്തിലിരിക്കുന്ന ചെറുപ്പക്കാരനായ യുവാവായ മുആദിനെ നോക്കി ആ സംശയം ചോദിച്ച് ദൂരീകരിക്കുമായിരുന്നു. അബൂ മുസ്ലിം അൽ ഖൗലാനി റഹിമഹുല്ലാ അദ്ദേഹത്തെ പോലെയുള്ള താബിഈങ്ങൾ പറയുകയാണ്, ഞാൻ ചെല്ലുമ്പോൾ മസ്ജിദിൽ ഇതാ കുറേ ആളുകൾ ഇരിക്കുന്നു, പ്രായമേറിയ പലരുമുണ്ട്, അവിടെ യുവാവായ ഒരാളുമുണ്ട്. പ്രായമേറിയ ആളുകൾ ഈ യുവാവിനോട് സംശയം ചോദിക്കുന്നു. മഹാന്മാരായ ആളുകളുടെ മജ്ലിസായിരുന്നു അത്, സഹാബിമാരുടെ മജ്ലിസ്. അങ്ങനെ ആ മജ്ലിസ് പിരിഞ്ഞപ്പോൾ ഞാൻ ആളുകളോട് ചോദിച്ചു, അതാരാണ്, ആ യുവാവാരാണ്? അവർ പറഞ്ഞു, മുആദ് ഇബ്നു ജബൽ. മറ്റൊരു താബിഈ ഇങ്ങനെ ഒരു രംഗം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് നേരിട്ട് ചെന്ന് ചോദിച്ചു, താങ്കൾ ആരാണ്? അദ്ദേഹം പറഞ്ഞു, അന മുആദ് ഇബ്നു ജബൽ, ഞാൻ മുആദ് ഇബ്നു ജബലാണ്. നോക്കൂ, ഇങ്ങനെ വലിയ ശ്രേഷ്ഠതയുള്ള സഹാബിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം ലഭിച്ച ഈ സഹാബി പിന്നീട് ചെറിയ പ്രായത്തിൽ 33 വയസ്സുണ്ടായിരിക്കെ ഷാമിൽ വെച്ച് പ്ലേഗ് രോഗം ബാധിച്ച് മരിക്കുകയാണ്. റളിയല്ലാഹു അൻഹു അർദാഹ്. സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ, ആ ചെറിയ ആയുസ്സിനിടയിൽ, ആ യുവപ്രായത്തിനിടയിൽ
മുആദ് ഈ ദീനിനു വേണ്ടി ചെയ്ത സേവനങ്ങൾ എത്രയാണ്. ഈ ഉമ്മത്തിൽ ഹലാൽ ഹറാമിനെ കുറിച്ച് ഏറ്റവും വിജ്ഞാനമുണ്ടായിരുന്ന സഹാബിയായിരുന്നു മുആദ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഏതെല്ലാം രംഗങ്ങളിൽ ആ സഹാബി പങ്കെടുത്തു, എന്തെല്ലാം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തു. സുബ്ഹാനല്ലാഹ്, ഇന്ന് ആ പ്രായത്തിലും അതിനു മുകളിലുമെല്ലാം എത്തിയ യുവാക്കൾ നമ്മുടെ ഉമ്മത്തിലുണ്ടല്ലോ. മുആദിൻ്റെ പിൻഗാമികളാകേണ്ടുന്ന യുവസമൂഹമേ, ചെറുപ്പക്കാരെ, യുവാക്കളെ, നമ്മുടെ സ്ഥിതി എന്താണ്? നമ്മുടെ അവസ്ഥ എന്താണ്? ആടിപ്പാടിയും പലരോടും കൊഞ്ചിക്കുടഞ്ഞും നടക്കുന്ന ഒന്നിനും കൊള്ളാത്ത ആണുങ്ങളാകാൻ സഹോദരങ്ങൾ നമുക്ക് പാടുണ്ടോ? മുആദിനെ പോലെയുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത ഗൗരവകരമായ ജീവിതം നയിച്ച ഈ ഉമ്മത്തിലെ ആളുകൾക്ക് വലിയ സേവനങ്ങൾ ചെയ്ത, ഈ ദീനിന് വലിയ സേവനങ്ങൾ ചെയ്ത സഹാബിമാരുടെ പിന്തലമുറക്കാരായ നമ്മൾ എങ്ങനെ ആയിരിക്കണമെന്ന് ചിന്തിച്ചു നോക്കുക. ആ മഹാനായ സഹാബിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ദുആ ആണിത്. ഫർദായ നിസ്കാരങ്ങളുടെ എല്ലാം ദുബുറിൽ ഈ ഹദീസ് ചൊല്ലുക, ഈ ദുആ ചെയ്യുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. എന്താണ് ദുബുറ കുല്ലി സലാഹ് എന്ന് പറഞ്ഞാൽ? അതിനർത്ഥം പണ്ഡിതന്മാർക്കിടയിൽ പ്രധാനപ്പെട്ട രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, അത് ഫർദായ നിസ്കാരത്തിന് ശേഷം, സലാം വീട്ടിയതിന് ശേഷം ചൊല്ലേണ്ട പ്രാർത്ഥനയാണ് എന്നാണ്. മറ്റൊന്ന്, അല്ല, അത് സലാം വീട്ടുന്നതിന് മുൻപാണ് ചൊല്ലേണ്ടത്. അത്തഹിയാത്ത് പറഞ്ഞ് സലാത്തിന് ശേഷം നമ്മൾ ദുആ ചെയ്യുന്ന സന്ദർഭമുണ്ടല്ലോ, ആ സമയത്ത് ആ ദുആ ചെയ്യുക. വല്ലാഹു അലം, അതാണ് കൂടുതൽ ശരിയായ അഭിപ്രായം. ഇനി ആരെങ്കിലും ഫർദായ നിസ്കാരത്തിന് ശേഷം, സലാം വീട്ടിയതിനു ശേഷം അത് ചൊല്ലിയാൽ അത് എതിർക്കപ്പെടേണ്ട ഒരു തെറ്റൊന്നുമല്ല. പക്ഷേ ഇതാണ് വല്ലാഹു അലം കൂടുതൽ ശരിയായ അഭിപ്രായം എന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, ആ സമയം ഫർദായ നിസ്കാരത്തിൻ്റെ അവസാനം അല്ലെങ്കിൽ അതിനുശേഷം ഈ ദുആ പ്രാർത്ഥിക്കുക എന്നത് എത്രമാത്രം അനുയോജ്യമായ ഒരു കാര്യമാണെന്ന് ചിന്തിച്ചു നോക്കൂ. ആ നിസ്കാരത്തിനൊടുവിൽ നമ്മൾ ചോദിക്കുകയാണ്, അല്ലാഹുവേ അഇന്നി, നീ എന്നെ സഹായിക്കണമേ, അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക, നിന്നെ ദിക്ർ ചെയ്യാനും നിന്നെ ശുക്ർ ചെയ്യാനും നിന്നെ നേരായ രൂപത്തിൽ ഇബാദത്ത് ചെയ്യാനും അത് എത്രമാത്രം യോജിച്ച സന്ദർഭമാണ്. കാരണം അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യാൻ റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്തിരിക്കുന്നു. അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ, അള്ളാഹു സഹായിച്ചില്ല എങ്കിൽ, അള്ളാഹു തൗഫീഖ് ഏകിയില്ല എങ്കിൽ നമുക്കൊരിക്കലും അവനെ സുജൂദ് ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ സാധിക്കുമായിരുന്നില്ല. ലോകത്ത് നമ്മളൊന്ന് ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ ഈ ഭൂമി നിറയെ എത്ര ആളുകളുണ്ട്. ജനിച്ചിട്ട് ഇന്നുവരെ അള്ളാഹുവിനൊരു സുജൂദ് ചെയ്യാത്തവർ. ഹയ്യ അലൽ സലാഹ്, ഹയ്യ അലൽ ഫലാഹ് എന്ന വിളി കേട്ടിട്ടും അള്ളാഹുവിന് ഉത്തരം നൽകാത്തവർ. ഫലാ സദ്ദഖ വലാ സല്ല, അള്ളാഹു ആ കൂട്ടരെ കുറിച്ച് പറഞ്ഞില്ലേ, ഫലാ സദ്ദഖ വലാ സല്ല, അവൻ വിശ്വസിക്കുകയോ അവൻ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുകയോ ചെയ്തില്ല. ആ കൂട്ടരിൽ നമ്മൾ ഉൾപ്പെടാതെ അള്ളാഹു അവനെ സുജൂദും റുക്കൂഉം ചെയ്യുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അള്ളാഹുവിൻ്റെ ഔദാര്യമാണത്. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു മാ സകാ മിൻകും മിൻ അഹദിൻ അബദ, അള്ളാഹുവിൻ്റെ ഔദാര്യവും അവൻ്റെ കാരുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളിൽ ഒരാളും തന്നെ പരിശുദ്ധി പ്രാപിക്കുകയില്ല. വലാകിന്നല്ലാഹ യുസക്കി മൻ യശാ, എന്നാൽ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് തസ്കിയത്ത് നൽകുന്നു, അവനവർക്ക് പരിശുദ്ധി നൽകുന്നു. അതുകൊണ്ട് അള്ളാഹുവാണ് അവന് സുജൂദും റുക്കൂഉം ചെയ്യാൻ നമുക്ക് തൗഫീഖ് ഏകിയത്. അതാൻ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം നീണ്ടുപോകുന്നേന് മനസ്സിലൊരു പ്രയാസവും വെപ്രാളവും വരുന്നത്, നിസ്കരിച്ച് പൂർത്തിയായാൽ മാത്രം സമാധാനം ലഭിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, അള്ളാഹു ഖൽബിൽ ആ ചിന്ത തന്നതുകൊണ്ടാണ്. അതല്ല എങ്കിൽ ഹൃദയം മരവിച്ചു പോയ, അത് കല്ലുപോലെയോ അതിനേക്കാൾ കടുത്തതോ ആയി തീർന്ന എത്ര ആളുകളുണ്ട് നാട്ടിൽ. ബാങ്ക് വിളിക്കപ്പെടുന്നു, നിസ്കാരത്തിന് വിളിക്കപ്പെടുന്നു, മസ്ജിദിലേക്ക് മുസ്ലിമീങ്ങൾ ചെല്ലുന്നു, അവൻ പുറത്തുകൂടെ അങ്ങുമിങ്ങും നടക്കുകയാണ്, അവനവൻ്റെ കച്ചവടത്തിലാണ്, അവനൊരു ചിന്തയുമില്ല. അള്ളാഹു ഫർദാക്കിയ കാര്യം അത് ഒന്നൊന്നായി പോകുമ്പോൾ അവൻ്റെ മനസ്സിന് ഒരു വേദനയും ഒരു വെപ്രാളവും തോന്നുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയവും അതുപോലുള്ള ഹൃദയമാക്കി തീർക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അവന് സാധിക്കും. അവൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവൻ അങ്ങനെ ചെയ്യുമായിരുന്നു. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ കാര്യം, ആ സമയം എത്രമാത്രം നല്ലതാണ്, യോജിച്ചതാണ് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. ഈ ദുആയിൽ നാം എന്താണ് അള്ളാഹുവിനോട് തേടുന്നത്? അല്ലാഹുമ്മ അഇന്നി, അല്ലാഹുവേ അഇന്നി, നീ എന്നെ സഹായിക്കണമേ. ആ ദുആയിലുള്ളത് ആദ്യം പറയുന്നത് സഹായിക്കണേ എന്നാണ്.
ഇസ്തിആനത്താണ് അതിലുള്ളത്. എന്തിനുള്ള സഹായമാണ് തേടുന്നത്? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള സഹായമാണ്. ആ സഹായത്തേട്ടം എന്ന് പറഞ്ഞാൽ അതൊരു വഴിയാണ്. എന്താണ് ലക്ഷ്യം? ലക്ഷ്യം അള്ളാഹുവിനുള്ള ഇബാദത്താണ്. അള്ളാഹുവിനോടുള്ള ആ സഹായത്തേട്ടം അത് മാർഗമാണ്, വസീലത്താണ്. ലക്ഷ്യം എന്താണ്? ലക്ഷ്യം ഇബാദത്താണ്. അതാണ് ഫാത്തിഹയിൽ നമ്മൾ തേടുന്നത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅ്ബുദു, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ആ സഹായത്തേട്ടങ്ങളിൽ ആദ്യം നാം തേടുന്നത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള സഹായമാണ്. അതിന് അള്ളാഹു നമ്മെ സഹായിക്കണം. അതാണ് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്, ഫഅ്ബുദുഹു വതവക്കൽ അലൈഹി. ഫഅ്ബുദുഹു, നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. വതവക്കൽ അലൈഹി, അവനിൽ നീ തവക്കുലാക്കുകയും ചെയ്യുക. അതാ നിസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ ഹയ്യ അലസ്സലാഹ് ഹയ്യ അലൽ ഫലാഹ് എന്ന് കേട്ടാൽ നമ്മൾ സഹായം തേടുകയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ശ്രേഷ്ഠമായ സഹായത്തേട്ടമാണ് ഏത് വാക്കിലുള്ളത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അത് കേവലം ഒരു വാക്കല്ല, അതിലൊരു ദുആ ഉണ്ട്, അതിലൊരു സഹായത്തേട്ടമുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എനിക്കൊരു കഴിവോ ശക്തിയോ ഇല്ല, ഒരപകടം തടുക്കുവാനോ ഒരു നന്മ വരുത്തി വെക്കുവാനോ ഉള്ള കഴിവോ ശക്തിയോ ഇല്ല, ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ. അതുകൊണ്ട് അള്ളാഹുവിനോട് ഞാൻ തേടുന്നു എന്ന തേട്ടം അതിലുണ്ട്. അതുപോലെ പ്രിയമുള്ളവരെ ചിന്തിച്ചു നോക്കൂ, ദുനിയാവിൻ്റെയോ ദീനിൻ്റെയോ ദുനിയാവിൻ്റെയോ ഏതേത് കാര്യങ്ങൾക്ക് നമ്മൾ പുറത്തിറങ്ങുമ്പോഴും അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ടാണ് ഒരു മുസ്ലിം പുറത്തിറങ്ങുന്നത്. ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അത് മൂന്നും ഇസ്തിആനത്തിൻ്റെ വാക്കുകളാണ്. സഹായത്തേട്ടം അത് മൂന്നിലുമുണ്ട്. അള്ളാഹുവിൻ്റെ പേരിൽ തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹുവിനോട് നാം അതാ സഹായം തേടുകയാണ്. എന്തിനാണ് സഹായം തേടുന്നത്? ആദ്യം തേടുന്നത് അള്ളാഹുവിനെ ദിക്ർ ചെയ്യാനാണ്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക്, അള്ളാഹുവെ നിന്നെ ദിക്ർ ചെയ്യാൻ ഞാൻ നിന്നോട് സഹായം തേടുന്നു. സുബ്ഹാനല്ലാഹ്, നാം നമ്മുടെ ജീവിതത്തിൽ നീക്കി വെക്കുന്ന സമയങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സമയം അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ നീക്കി വെക്കുന്ന സമയമാണ്. അതിനോളം മഹത്തരമായ മറ്റൊരു പ്രവർത്തനമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉനബ്ബിഉകും ബിഖൈരി അഅമാലികും വഅർഫഇഹാ ഫീ ദറജാതികും. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണെന്ന്, നിങ്ങളുടെ പദവികൾ ഏറ്റവും ഉയർത്തി തരുന്നത് ഏതാണെന്ന്. വഅസ്കാഹാ ഇൻദ മലീകികും, റബ്ബിങ്കൽ നിങ്ങൾക്ക് ഏറ്റവും പരിശുദ്ധി നൽകുന്ന പ്രവർത്തനം ഏതാണെന്ന്. വഖൈറുൽ ലക്കും മിൻ ഇൻഫാഖി ദഹബി വൽ വരിഖ്, സ്വർണവും വെള്ളിയും ചെലവഴിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ പ്രവർത്തനം. വഖൈറുൽ ലക്കും മിൻ അൻ തൽഖൂ അദുവക്കും ഫതദ്രിബു അനാഖഹും വയദ്രിബു അനാഖക്കും. ശത്രുവിനെ യുദ്ധമുഖത്ത് നിങ്ങൾ കണ്ടുമുട്ടുകയും എന്നിട്ട് നിങ്ങൾ അവരുടെ കഴുത്തിൽ വെട്ടുകയും അവർ നിങ്ങളുടെ കഴുത്തിൽ വെട്ടുകയും ചെയ്യുന്ന യുദ്ധരണാങ്കണത്തെക്കാൾ ശ്രേഷ്ഠമായ പ്രവർത്തനം ഏതാണെന്ന് സഹാബത്ത് പറഞ്ഞു. അതേ നബിയെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ദിക്റുല്ലാഹ്, അല്ലാഹുവിനെ ദിക്ർ ചെയ്യലാണ്, അല്ലാഹുവിനെ സ്മരിക്കലാണ്. പ്രിയ സഹോദരങ്ങളെ, അല്ലാഹുവിനെ സ്മരിച്ചാൽ അല്ലാഹു നമ്മെക്കുറിച്ച് അവൻ്റെ അരികിലുള്ള ശ്രേഷ്ഠരായ മലായികത്തിനോട് പറയുന്നതാണ്, ഫദ്കുറൂനി അദ്കുർക്കും, നിങ്ങൾ എന്നെ സ്മരിക്കുക എങ്കിൽ ഞാൻ നിങ്ങളെ സ്മരിക്കുന്നതാണ്. അല്ലാഹു ദിക്റിനെ കുറിച്ച് പറഞ്ഞത് നോക്കൂ നിങ്ങൾ. ദിക്റിൻ്റെ ആളുകൾ അവരാണ് എല്ലാവരെക്കാളും മുന്നിലെത്തുക. സബഖൽ മുഫർരിദൂൻ, സബഖൽ മുഫർരിദൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഫർരിദുകൾ, ആളുകളിൽ നിന്ന് ഒറ്റക്കായവർ മുന്നിലെത്തിയിരിക്കുന്നു. സഹാബത്ത് ചോദിച്ചു, മനിൽ മുഫർരിദൂന യാ റസൂലല്ലാഹ്, ആരാണ് നബി അൽ മുഫർരിദൂൻ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദാകിറൂനല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, അല്ലാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളുമാണത്. അള്ളാഹു നമ്മുടെ കാര്യങ്ങളെല്ലാം അവൻ്റെ ദിക്റിലൂടെ എളുപ്പമാക്കി നൽകും. സ്വർഗത്തിൽ അള്ളാഹു മുളപ്പിക്കുന്ന, നമുക്ക് വേണ്ടി വളർത്തുന്ന ശ്രേഷ്ഠമായ മരങ്ങളാണ്, സ്വർഗീയ സസ്യങ്ങളാണ് യഥാർത്ഥത്തിൽ ദിക്റുകൾ എന്ന് പറഞ്ഞാൽ. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഈ ദിക്റുകളെല്ലാം അള്ളാഹു അതാ പരലോകത്ത് നമുക്ക് വേണ്ടി, സ്വർഗത്തിൽ നമുക്ക് വേണ്ടി അതിൻ്റെ പ്രതിഫലം ഒരുക്കി വെക്കുന്നതാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ഈ ദുആഇനെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ അള്ളാഹു നമ്മെ സഹായിക്കണം. എന്തുകൊണ്ടാണ്? അള്ളാഹുവിനെ മറപ്പിച്ചു കളയുന്ന, അവൻ്റെ ദിക്റിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ തെറ്റിച്ചു കളയുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. എത്ര രാപ്പകലുകൾ, എത്ര മണിക്കൂറുകൾ അള്ളാഹുവിനെ ഒന്ന് സ്മരിക്കാതെ, റബ്ബിനെ ഹൃദയത്തിൽ സ്മരിക്കാതെ, നാവുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച്
അവനെ പുകഴ്ത്തി, അവനെ പ്രശംസിച്ച്, അവനെ സ്തുതിച്ച് ഒരു വാക്ക് പറയാതെ എത്ര സമയമാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്നത്. സുബ്ഹാനല്ലാഹ് എന്നൊരു തവണ പറയാൻ, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ശ്രേഷ്ഠമായി ഈ ദിക്റുകൾ നമ്മുടെ നാവിൽ വരാത്ത, ആഗ്രഹമുണ്ടായിട്ടും അതിന് സാധിക്കാത്ത എത്ര സമയമാണ് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്നത്. അള്ളാഹു അതിന് സഹായിച്ചില്ല എങ്കിൽ പ്രിയമുള്ളവരെ നമുക്കതിന് സാധിക്കുകയില്ല. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് അവനെ സ്മരിക്കുക എന്നത്. യാ അയ്യുഹല്ലദീന ആമനു ഉദ്കുറുല്ലാഹ് ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ. ഓ മുഅ്മിനുകളെ, അള്ളാഹുവിനെ നിങ്ങൾ ധാരാളമായി സ്മരിക്കുക. രാവിലെയും വൈകുന്നേരവും നിങ്ങൾ അവൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുക, അവനെ തസ്ബീഹ് ചെയ്യുക. എന്നാൽ സഹോദരങ്ങളെ, നമ്മുടെ ശ്രദ്ധ തിരിച്ചു കളയുന്ന കാര്യങ്ങൾ അനേകമുണ്ട്. അങ്ങനെ തിരിഞ്ഞു പോകരുത് എന്നാണ് അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്ന് നിങ്ങളുടെ സമ്പത്തോ സന്താനങ്ങളോ നിങ്ങളുടെ ശ്രദ്ധ തെറ്റിച്ചു കളയരുത് എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു. സൂറത്തുൽ മുനാഫിഖൂനിൽ ജുമുഅ ദിവസങ്ങളിൽ പലപ്പോഴും നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്ന ആയത്തല്ലേ അത്. യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്റില്ലാഹ്. ഓ മുഅ്മിനുകളെ, നിങ്ങളുടെ സമ്പത്തോ സന്താനങ്ങളോ അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്ന് നിങ്ങളെ ശ്രദ്ധ തെറ്റിച്ചു കളയരുത്. അങ്ങനെ ആര് ചെയ്തു അവരാണ് നഷ്ടക്കാർ. അതുകൊണ്ട് ഈ ദുആഇന് നമ്മൾ എത്ര ആവശ്യക്കാരാണ്. ശ്രദ്ധയോടെ, മനസ്സാന്നിധ്യത്തോടെ അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക എന്ന് പ്രാർത്ഥിക്കാൻ ഞാനും നിങ്ങളും എത്രമാത്രം ആവശ്യക്കാരാണ് എന്ന് ചിന്തിച്ചു നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വസിയത്ത് എത്ര മഹത്തരമായ വസിയത്താണ് എന്നാലോചിക്കുക. അള്ളാഹു നമുക്കേവർക്കും അവനെ ശരിയായ രൂപത്തിൽ ഏറ്റവും അധികം ദിക്ർ ചെയ്യാനും അവന് ശുക്ർ ചെയ്യാനും അവൻ ഏറ്റവും നന്നായി ഇബാദത്ത് ചെയ്യാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വലാഹ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ഈ ദുആയിൽ രണ്ടാമതായി തേടുന്നത്, അല്ലാഹുവേ നിന്നെ ശുക്ർ ചെയ്യാൻ, നിനക്ക് നന്ദി കാണിക്കാൻ നീ എന്നെ സഹായിക്കണേ എന്നാണ്. നോക്കൂ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കേണ്ടവരാണ് നാം. വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. അള്ളാഹു പറയുന്നു, ഏതേത് അനുഗ്രഹങ്ങൾ നിങ്ങളിലുണ്ടോ, നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ, ഫമിനല്ലാഹ്, അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണാൻ ശ്രമിച്ചാൽ ലാ തുഹ്സൂഹ, അത് എണ്ണി ക്ലിപ്തപ്പെടുത്താൻ, അതിൻ്റെ കണക്ക് പൂർത്തിയായി എടുക്കുവാൻ നിങ്ങൾക്ക് സാധ്യമല്ല. അനുഗ്രഹങ്ങൾ അനേകമാണ്. എന്നാൽ നന്ദിയോ, നമ്മുടെ ശുക്രോ, വഖലീലും മിൻ ഇബാദിയ ശകൂർ. അള്ളാഹു പറയുന്നു, എൻ്റെ അടിമകളിൽ നന്ദിയുള്ളവർ വളരെ വിരളമാണ്, എത്രയോ കുറവാണ്. നോക്കൂ, ശുക്ർ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാകട്ടെ അനേകമാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് പകരമായി നമ്മുടെ പ്രവർത്തനങ്ങൾ ഒന്നുപോലും, നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം വെച്ചാലും അത് അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹത്തിന് പോലും യഥാർത്ഥത്തിൽ പകരമാവുകയില്ല. ആ ശുക്റിനെ സഹായിക്കാൻ അള്ളാഹുവിനോട് നാം തേടുകയാണ് ഈ പ്രാർത്ഥനയിലൂടെ. മൂന്നാമത്തെ കാര്യം, വഹുസ്ന ഇബാദതിക്. അള്ളാഹുവെ നിന്നെ നല്ല രൂപത്തിൽ, ശരിയായ രൂപത്തിൽ ഇബാദത്ത് ചെയ്യാൻ നീ സഹായിക്കണേ. അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത് അവനെ ഇബാദത്ത് ചെയ്യാനാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ, അവനെനിക്ക് ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടിയല്ലാതെ. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അതാണ്. പ്രിയമുള്ളവരെ, ഈ പ്രാർത്ഥനയിലെ ഈ വാചകം നിങ്ങൾ ഒന്നുകൂടി ചിന്തിച്ചു നോക്കൂ. വഹുസ്ന ഇബാദതിക്. അള്ളാഹുവെ നിന്നെ ഇബാദത്ത് ചെയ്യാൻ നീ എനിക്ക് തൗഫീഖ് ചെയ്യണേ, സഹായിക്കണേ എന്നല്ല. ഹുസ്ന ഇബാദതിക്, നിന്റെ ശരിയായ രൂപത്തിൽ നന്നായി ഇബാദത്ത് ചെയ്യാൻ സഹായിക്കണേ എന്നാണ് തേടുന്നത്. കാരണം ഇബാദത്ത് അത് ശരിയായ നല്ലതായ ഇബാദത്തായിരിക്കണം. എപ്പോഴാണ് ഒരു ഇബാദത്ത് അത് ശരിയായ നേരായ ഇബാദത്തായി തീരുന്നത്? അതിൽ രണ്ട് നിബന്ധനകൾ പൂർത്തിയായാലാണ്. ഒന്ന് ഇഖ്ലാസ്, അഥവാ അത് കളങ്കമറ്റ അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഇബാദത്തായിരിക്കണം. രണ്ടാമത്തെ നിബന്ധന ഇത്തിബാഉർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഇബാദത്ത് മാതൃകയുള്ള ശരിയായ ഇബാദത്തായിരിക്കണം. അഥവാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന നബിയുടെ മുൻ മാതൃകയുള്ള ഇബാദത്തായിരിക്കണം. ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, ഇന്നൽ അമല ഇദാ കാന ഖാലിസൻ വലം യകുൻ സവാബൻ ലം യുഖ്ബൽ. ഒരു പ്രവർത്തനം അത് ഖാലിസാണ്,
അതിൽ ഇഖ്ലാസ് ഉണ്ട്, പക്ഷേ അത് സവാബല്ല എങ്കിൽ അത് സ്വീകരിക്കപ്പെടുകയില്ല. വഇദാ കാന സവാബൻ വലം യകുൻ ഖാലിസൻ ലം യുഖ്ബൽ. സവാബാണത്, പക്ഷേ അതിൽ ഇഖ്ലാസ് ഇല്ല എങ്കിലും അത് സ്വീകരിക്കപ്പെടുകയില്ല. ഹത്താ യകൂന ഖാലിസൻ സവാബൻ, അത് ഖാലിസായിരിക്കണം, സവാബായിരിക്കണം. വൽ ഖാലിസു മാ കാന ലില്ലാഹ്. ഒന്നാമത്തെ നിബന്ധന എന്ന് പറഞ്ഞാൽ എന്താണ്? ഖാലിസായിരിക്കുക, കളങ്കമില്ലാത്തതായിരിക്കുക എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. വസ്സവാബു മാ കാന അല സുന്ന. സവാബ് എന്നാൽ എന്താണ്? ഒരു പ്രവർത്തനം നേരായ ശരിയായ പ്രവർത്തനമാകണമെങ്കിൽ അല സുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആയിരിക്കണം അത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആലോചിക്കുക, നിങ്ങൾ ഈ പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കുക. ഇത് ചൊല്ലുമ്പോൾ, ഇത് ദുആ ചെയ്യുമ്പോഴെല്ലാം ഇതിൻ്റെ അർത്ഥതലങ്ങൾ നമ്മൾ ആലോചിക്കുക. മനസ്സാന്നിധ്യത്തോടെ അത് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇബാദത്തുകളിൽ ശ്രേഷ്ഠമായ ദുആ അത് നാം നിർവഹിച്ചു കഴിഞ്ഞാൽ, ദുആ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ദുആ ചെയ്ത കാര്യം എന്താണോ അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയ ഉപദേശം അതാണ്. ഇഹ്റിസ് അലാ മാ യൻഫഉക വസ്തഇൻ ബില്ലാഹ്. ഇഹ്റിസ് അലാ മാ യൻഫഉക. നിനക്ക് ഉപകാരപ്രദമായ കാര്യമേതോ അതിനുവേണ്ടി നീ അങ്ങേറ്റത്തെ താല്പര്യം കാണിക്കുക, അതിനുവേണ്ടി നീ അധ്വാനിക്കുക. വസ്തഇൻ ബില്ലാഹ്, അള്ളാഹുവിനോട് സഹായം തേടുക. അള്ളാഹുവിനോട് സഹായം തേടാനും പ്രവർത്തിക്കാനുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് സഹോദര, നീ ശ്രമിക്കണം അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നവനാകാൻ, അള്ളാഹുവിനെ ശുക്ർ ചെയ്യുന്നവനാകാൻ, അള്ളാഹുവിനെ നേരായ ഇബാദത്ത് ചെയ്യുന്നവനാകാൻ നീ പരിശ്രമിക്കണം, ദുആ ചെയ്യണം. നിന്റെ പരിശ്രമവും ദുആവും ഒരുമിച്ച് വന്നാൽ സംശയമില്ല പ്രിയ സഹോദരങ്ങളെ, സംശയമില്ല, ഇരു ലോകത്തെയും ഖൈറാണ് നിന്നെ കാത്തിരിക്കുന്നത്, രണ്ടു ലോകത്തെയും നന്മയാണ് കാത്തിരിക്കുന്നത്. ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതുപോലെ ദുആ എന്നത്, ദിക്ർ എന്നത് നന്മകളുടെ താക്കോലാണ്. ആ താക്കോൽ അള്ളാഹു ഒരുവന് നൽകിയോ വാതിലുകൾ തുറന്നു കൊടുക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ട്, തീർച്ചയാണ്. അതുകൊണ്ട് അത് നൽകപ്പെട്ടോ എന്നതാണ് നീ ആലോചിക്കേണ്ടത്, ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആലോചിക്കുക, ചിന്തിക്കുക, അള്ളാഹുവിനോട് സഹായം തേടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുന്ന് പഠിപ്പിച്ച പ്രാർത്ഥനകൾ ആ അർത്ഥത്തിൽ ചൊല്ലാനും അത് പാലിക്കാനും നമ്മൾ ശ്രമിക്കുക. നിസ്കാരത്തിൻ്റെ ഒടുവിലുള്ള ഈ ദുആ പ്രിയ സഹോദരങ്ങളെ മറക്കാതിരിക്കുക. വസിയ്യത്തായി മുആദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടു, മുആദിൽ നിന്ന് പിൽക്കാലക്കാർ കേട്ടു, അവരിൽ നിന്ന് നമുക്കിത് വന്നെത്തി. സഹോദരങ്ങളെ നോക്കൂ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓരോ മുസ്ലിമും ഈ ദുആ ചെയ്യുന്നതിൻ്റെ പ്രതിഫലം ഉണ്ടായിരിക്കും, മുആദിനുണ്ടായിരിക്കും, പിൽക്കാലത്ത് ഈ അറിവ് കൈമാറിയവർക്കുണ്ടായിരിക്കും. എല്ലാ പ്രവർത്തനങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത് മാത്രമാണ്. അതുകൊണ്ട് ഓരോ മുസ്ലിമും അന്ത്യനാൾ വരെ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിൻ്റെ പ്രതിഫലവും അതൊട്ടും കുറയാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കും. ആരു വഴിയൊക്കെ അത് കൈമാറി വന്നോ അവർക്കും ലഭിക്കുമെന്നാണ്. എങ്കിൽ പ്രിയ സഹോദരങ്ങളെ, മറക്കാതിരിക്കുക, അതിനുള്ള ഓഹരി നമുക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ. ഇതാ ഈ ദുആ പഠിച്ചവർ, അതറിയാത്തവർക്ക്, ചെറിയ മക്കൾക്ക്, അതുപോലെ അത് പഠിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ശ്രമിക്കുക, ശ്രദ്ധിക്കുക. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. اللهم اغفر لنا، اللهم اغفر لنا، اللهم اغفر لحينا وميتنا وشاهدنا وغائبنا وصغيرنا وكبيرنا وذكرنا وأنثانا. اللهم أغثنا يا رب العالمين. اللهم أغثنا غيثا، اللهم أغثنا غيثا نافعا غير ضار يا رب العالمين. اللهم أغثنا، اللهم أغثنا، اللهم أغثنا يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين المستضعفين في كل مكان. اللهم انصر إخواننا المسلمين المستضعفين في غزة وفي فلسطين وفي كل مكان يا رب العالمين. اللهم لا تسلط علينا من لا يرحمنا يا رب العالمين. اللهم مزق ملك أعدائنا وأعدائك يا رب العالمين. اللهم منزل الكتاب، مجري السحاب، هازم الأحزاب، سريع الحساب،
اهزمهم وزلزلهم يا قوي يا عزيز. وصلى الله وسلم على نبينا محمد.